ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഞാൻ 2 ദിവസമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് യൂട്യൂബിലൊക്കെ ന്യൂസ് കേട്ടിരുന്ന ഒരു 4 അംഗ കുടുംബത്തിൻ്റെ മരണത്തെ പറ്റിയാണ്. അച്ഛൻ, അമ്മ, 2 വയസ്സുള്ള കുഞ്ഞ്, ഒരു മോന്, 7 വയസ്സുള്ള മോള്. അവരിങ്ങനെ പുഴയിൽ ചാടി മരിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. ശരിക്കും സങ്കടമായിപ്പോയി. കുട്ടികളുള്ള ഏതൊരാൾക്കും മനസ്സ് വളരെ വിഷമിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. ഇത് കേട്ടപ്പോൾ എനിക്ക് എങ്ങനെ ഇതിനെ ഈ വാർത്ത എടുക്കണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു കഥയാണ് ഓടി വന്നത്. ആ കഥയിൽ ഒരു കുട്ടി അവർ ഫാമിലിയായിട്ട് ഇങ്ങനെ മരിക്കാനായിട്ട് വിഷം കഴിച്ച് മരിക്കാനായിട്ട്. അന്നേരം ആ കുടുംബത്തിലെ അച്ഛനോടും അമ്മയോടും ഒരു കുഞ്ഞ് ചോദിക്കുന്നു, അച്ഛാ, നമുക്ക് മരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ജീവിച്ചിരിക്കാനായിട്ട് ഇത് വേണ്ടാന്ന് വെക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ ആ അച്ഛൻ്റെ മനസ്സ് എവിടുന്നോ ഒരു ശക്തി കിട്ടി ആ തീരുമാനം വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ അവർ ജീവിതത്തിലേക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ബലത്തിൽ ഒരു കാരണം, നമുക്ക് ഈ ലോകത്തുനിന്ന് പോകാനായിട്ട് 100,000 കാരണങ്ങളുണ്ടാവും, പക്ഷേ ഈ ലോകത്ത് വീണ്ടും ജീവിക്കാനായിട്ട്, എല്ലാത്തിനോടും പൊരുതി ജീവിക്കാനായിട്ട് ഒരേ ഒരു കാരണം ഉണ്ടോ എന്നാണ് ആ കുഞ്ഞ് ചോദിച്ചത്. ആ കുഞ്ഞിൻ്റെ ചോദ്യത്തിൽ അച്ഛൻ വീണ്ടും ചിന്തിക്കുവാണ്, വീണ്ടും ഒരു തീരുമാനം എടുക്കുവാണ്. ഈ ഒരു കാരണം കണ്ടുപിടിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുവാണ്. ആ ഒരു കാരണത്തിൻ്റെ, എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേര്, ഒരു കാരണമുണ്ടോ എന്ന് വീണ്ടും ചിന്തിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവരൊന്നിച്ച് ജീവിക്കുകയാണ്. ഈ കഥയിൽ ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എവിടെയും ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടാകട്ടെ, അച്ഛനോടും അമ്മയോടും ചോദ്യം ചോദിക്കാനായിട്ട് ഒരു കാരണം, ജീവിച്ചിരിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കാനുള്ള ആ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ ലോകത്തുണ്ടാവട്ടെ. ആർക്കും ഇങ്ങനെയൊന്നും തോന്നാതിരിക്കട്ടെ.